മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 56 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോർഷൻ ഒന്നുകൂടെ പറയുന്നു. ന്യായാധിപന്മാർ 10 മുതൽ 13 വരെയും ലൂക്കോസ് 12-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇന്നലെ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു ന്യായാധിപന്റെ പിതാവിന്റെ പേരും ഒരു ദേശത്തിന്റെ പേരും ഒന്നാണ്, ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം: പിതാവ് ഗിലെയാദ്. ന്യായാധിപന്മാർ 11-1, ന്യായാധിപന്മാർ 10-4. ദേശം ഗിലെയാദ്. ന്യായാധിപൻ ഇഫ്താഹ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം: ഒരു വാക്യത്തിൽ 2 അക്ഷര വ്യത്യാസത്തിൽ കാണുന്ന 4 അക്ഷരമുള്ള 2 പദങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഷിബോലത്ത്, സിബോലത്ത്. ആദ്യം ഷിബോലത്ത്, പിന്നെ സിബോലത്ത് കേട്ടോ. ന്യായാധിപന്മാർ 12-6 ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു പുരുഷന്റെ പേരിന്റെ ആദ്യത്തെ 2 അക്ഷരം ഒരേപോലുള്ള 2 ഹിന്ദി അക്കങ്ങളാണ്, എങ്കിൽ പുരുഷന്റെ പേരെന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം: പുരുഷൻ ദോദോവ്. ന്യായാധിപന്മാർ 10-1 ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഹിന്ദി അക്കം എന്ന് പറഞ്ഞിട്ടുള്ളത് ദോ എന്നുള്ളതാണ് കേട്ടോ. 2 എന്നുള്ളതാണ്. ദോ എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നാലാമത്തെ ചോദ്യം: പുതിയ നിയമ പാഠഭാഗത്ത് ഭരണാധികാരികൾ കാര്യവിചാരം നടത്തുന്ന സ്ഥലത്തിന് പറയുന്ന ഒരു പദം എന്ത് എന്നുള്ളതായിരുന്നു. ഉത്തരം: കോയ്മകൾ എന്നുള്ളതാണ്. ലൂക്കോസ് 12-11 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം: യുദ്ധത്തിന് പോകുമ്പോൾ കൂടെ പോകുവാൻ ക്ഷണിക്കാത്തത് കൊണ്ട് ഒരു കൂട്ടർ ഒരു ന്യായാധിപനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. കൂട്ടർ ആര്? ന്യായാധിപന്റെ പേരെന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: കൂട്ടർ എന്നുള്ളത് എഫ്രൈമ്യർ, ന്യായാധിപൻ എന്നുള്ളത് ഇഫ്താഹ് എന്നുള്ളതാണ് കേട്ടോ. ന്യായാധിപന്മാർ 12-1 ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു: ന്യായാധിപന്മാർ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 13-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിരുന്നോളൂ. നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.